ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടുത്ത ഐറ്റമായിട്ടാണ് വരുന്നത്. ഇതൊരു എന്താ പറയുക, പുതിയതെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഒരുപാട് പഴയ ആൾക്കാർ അമ്മൂമ്മമാരുടെ കാലം തൊട്ടുള്ള ഒരു കറിയാണിത്. ഇതിന് മത്തങ്ങ പുളിങ്കറി എന്ന് പറയും. കുറച്ച് പേരെങ്കിലും കഴിച്ച് കാണുമായിരിക്കും. ഇത് നമുക്ക് അതേ റെസിപ്പിയിൽ തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. അവരുടെ അതേ ഒരു ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മത്തങ്ങ. എനിക്കിവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഈ ഒരു ടൈപ്പ് മത്തങ്ങയാണ് ഇത്. അങ്ങനെ ഒരു നീളം മത്തങ്ങയാണിത്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഭാഗം എടുത്തു, ഒരു കാൽ ഭാഗത്തോളം എടുത്തു ഇപ്പോൾ ഈ മത്തങ്ങ പുളിങ്കറിക്ക് വേണ്ടി. പിന്നെ എനിക്കുണ്ടായിരുന്നത് ചേമ്പാണ്. ചേമ്പ് അല്ലെങ്കിൽ ചേന, ഇത് രണ്ടുമാണ് ഇതിന് ചേർന്ന പീസുകൾ കേട്ടോ. ഇതിൻ്റെ ഒരു കാൽ ഭാഗത്തോളം മതി നമ്മൾ ചേർക്കുന്ന പീസ്. മത്തങ്ങ ആയിരിക്കണം മുൻപന്തി നിൽക്കുന്നത്, മത്തങ്ങ പുളിങ്കറി ആണല്ലോ. പിന്നെ ഇതിനകത്ത് ചേർക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസിൽ ഞാൻ കുറച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ളൊരു പുളി എടുത്തിട്ട് അത് ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഞാൻ സവോളയാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഉള്ളിയാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളിക്ക് പകരം ഞാൻ സവോള എടുത്തിരിക്കുകയാണ്. ഉള്ളി നമുക്കിപ്പോൾ ഇത്രയും ചേർക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാനൊരു എന്താ പറയുക, 2 മീഡിയം സൈസ് സവോള കുനുകുനാന്നരിഞ്ഞ് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ കുറച്ച് കറിവേപ്പില ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കഴുകി. ബാക്കി ഞാൻ ചേർക്കുന്നത് കാണിച്ചു തരാം ഇനി. അപ്പം കുക്കറിലാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത്. കുക്കർ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. നിങ്ങളിലുള്ള വെളിച്ചെണ്ണയൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ സ്വാദ്. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇപ്പം നമ്മളൊന്നും കടുക് വറുത്തോ ഒന്നും ഒഴിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആദ്യത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുക. അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ ഉള്ളി നല്ല രീതിയിൽ, ചെറിയ ഉള്ളി നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ചെറിയ ഉള്ളി ചേർക്കുന്നു. നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. നല്ല രീതിയിൽ ഇത് വഴഞ്ഞെടുക്കാം. ഇത് വഴറ്റാൻ വേണ്ടി ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. കുറച്ച് പെട്ടെന്ന് വഴണ്ടത് കിട്ടുമല്ലോ, അങ്ങനെ ചേർക്കാം. ഇല്ലെങ്കിൽ അല്ലാതെ പെട്ടെന്ന് തന്നെ വഴറ്റി എടുക്കാം. മാക്സിമം തീയൊക്കെ കൂട്ടി നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കുക. ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുവാണേ. അതെ, ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ ഉള്ളി നല്ല രീതിയിൽ വഴഞ്ഞു കണ്ടോ. ഇതിപ്പം നമ്മൾ ഇട്ടതിൻ്റെ പകുതിയുടെ പകുതി ആയെന്ന് എനിക്ക് തോന്നുന്നു അളവ് കണ്ടോ. നല്ല രീതിയിൽ കുറഞ്ഞു, എന്നിട്ട് വഴഞ്ഞ് വെള്ളമൊക്കെ മാറി, വെള്ളമൊക്കെ കുറഞ്ഞു, നല്ല മിടുക്കനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മത്തങ്ങയും ചേമ്പും കൂടെ ചേർക്കുകയാണ്. ഇതും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് വഴറ്റണം. നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റോട്ടെ, 5 മിനിറ്റ് ഇതൊന്ന് വഴണ്ടോട്ടെ. കാരണം ഈ എണ്ണയ്ക്കകത്ത് കിടന്നിട്ട് നമ്മുടെ ഈ എന്താ പറയുക സവോള നന്നായിട്ട് വഴണ്ട ആ ഒരു രുചിയും ഈ പച്ചക്കറി കിടന്ന ഒരു വഴണ്ട ഒരു രുചിയൊക്കെ ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ആ കറി വെച്ച് കഴിയുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും സത്യത്തിൽ ഒന്ന് കഴിച്ച് നോക്കേണ്ട ഒരു കറിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കറിയാണ്. അതുകൊണ്ടാണ് ഞാനിത് ഇന്ന് വെക്കാൻ ഉദ്ദേശിച്ചത്. ഇന്ന് ഞങ്ങളുടെ ഒരു അവധി ദിവസമാണ്, അതുകൊണ്ട് റെഡിയാക്കാണ്. ഓക്കെ, നമുക്കിത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വരാം. അങ്ങനെ നമ്മുടെ പച്ചക്കറിയുടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ ഒരു ഔട്ടർ ലെയറൊക്കെ ഒന്ന് മുരിഞ്ഞ് തുടങ്ങി കണ്ടോ. ഒന്ന് ജസ്റ്റ് വെന്തിട്ടൊന്നും ഇല്ലത്, ജസ്റ്റ് നമ്മൾ 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയെന്നേ ഉള്ളൂ എണ്ണയിൽ. നമുക്ക് എണ്ണ ഈ സമയത്ത് പോരെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിച്ചോണം കേട്ടോ. അത്യാവശ്യം ഒരു ഇച്ചിരിയും കൂടെ ഒരു 1/2 സ്പൂണും കൂടെ എണ്ണ ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഈ ഒരു സമയത്ത് ചേർക്കേണ്ടത് ഇച്ചിരി ഒന്ന് തീ കുറച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാനുണ്ട്. പൊടികൾ എന്താ പറയുക, നമ്മുടെ മഞ്ഞപ്പൊടി ആദ്യം ഇച്ചിരി ചേർക്കുക. ഒരു 1/4 സ്പൂണോളം ഞാൻ മഞ്ഞപ്പൊടി ചേർക്കുന്നു. 1/4 ടീസ്പൂണേ മഞ്ഞപ്പൊടി ചേർത്തു. മല്ലിപ്പൊടി ഞാൻ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളേ. കാരണം അധികം മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല. ഇവിടെ ഒരു ജസ്റ്റ് ഒരു പേരിന് മതി മല്ലിപ്പൊടി. ഇതൊരു പുളിങ്കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് സാമ്പാർ പോലെ ആയി പോകാൻ പാടില്ല. പിന്നെ ഒരു മുളക് പൊടി നമ്മുടെ ഇഷ്ടത്തിനും എരിവ് കൂടുതലുള്ളവർക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇത് കുഞ്ഞിനെയും കൂടെ വിചാരിച്ച് ഞാൻ അല്പം എരിവ് കുറയ്ക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്തു. പിന്നെ ഇതിൽ ചേർക്കേണ്ടത് കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർക്കണം. കായപ്പൊടി ചേർത്തു.
ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഇതെല്ലാം ഇപ്പോൾ ഇങ്ങനെ ചെറിയ രീതിയിൽ ആ ഒരു തീയിൽ കിടന്ന് വഴലുന്ന ഒരു സമയത്ത് ഞാനിവിടെ മുളക് എന്താ പറയുക ചതച്ച് വെച്ചിട്ടുണ്ട്. കുരുമുളക് ഒരു 1/4 ടീസ്പൂണോളം ഞാൻ കുരുമുളകും കൂടെ ചേർക്കുകയാണ്. ശരിക്കും ആ കുരുമുളകിൻ്റെയും കായത്തിൻ്റെയും ആ പിന്നെ പുളിയൊക്കെ ചെല്ലുന്നതിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചോറ് എന്താ പറയുക ഒഴിവാക്കി ഈ കറി തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അത്ര ടേസ്റ്റുള്ളൊരു കറിയാണേ. പറയുകയാണെങ്കിൽ അതീവ രുചികരമാണിത്. ഇനിയിപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ആവശ്യത്തിന് എന്ന് പറഞ്ഞാലും അത്യാവശ്യം ഞാനിവിടെ തിളപ്പിച്ച് വെച്ച വെള്ളം ഉണ്ടായിരുന്നു, ഞാനത് ചേർത്ത് ജസ്റ്റ് ഇതൊന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് മൂടി നിൽക്കാനും മാത്രം ഉള്ള വെള്ളം അത്ര മതി. വെള്ളം ചേർത്ത് ഇനി ഞാനതങ്ങ് വേവിച്ചെടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഒരു 1-2 വിസിൽ, അതിനപ്പുറത്ത് പോകണ്ട. 2 വിസിലൊക്കെ മതി നമുക്ക്. ഇപ്പോൾ ഈ ചേമ്പ് എന്തോരം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ 2 വിസിൽ അടുപ്പിക്കുകയാണ്. ഒരുപാട് ഇളത്ത മത്തങ്ങയൊക്കെ ആണെങ്കിലും ചേമ്പൊക്കെ ആണെങ്കിലും 1 വിസിലിൻ്റെ ആവശ്യം വരത്തുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ 2 വിസിൽ അടുപ്പിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി ഐറ്റംസ് ചേർക്കാം. അപ്പോൾ നമ്മുടെ 2 വിസിലടിച്ചു. ഒരു 10 മിനിറ്റോളം ഇത് അടുപ്പത്തിരുന്നു. അപ്പോൾ ഇത് വെന്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളൊന്ന് തുറന്ന് നോക്കുകയാണ് ഗ്യാസ് കളഞ്ഞിട്ട്. കുക്കർ തുറന്നു. നമ്മുടെ ഇതേ നോക്കി, നമ്മുടെ തിളച്ച് ഇത് കണ്ടോ നന്നായിട്ട് വെന്തു. നമ്മുടെ എന്താ പറയുക മത്തങ്ങയും വെന്തു, ചേമ്പും വെന്തു, നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ അങ്ങ് ഉടഞ്ഞു പോവുകയാണേ. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തു. എന്നാലും നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ രീതിയിൽ 2-3-4 കഷ്ണങ്ങളൊന്ന് ഉടച്ചു കൊടുത്തേക്കണേ നന്നായിട്ട്. കാരണം ഈ എന്താ പറയുക ആ ഒരു കഷ്ണത്തിൻ്റെയൊക്കെ ഒരു സ്വാദ് ശരിക്കും ആ ചാറിലോട്ടൊക്കെ വീഴുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ അടുത്ത് ചെയ്യേണ്ടത്, നമ്മൾ അടുപ്പ് ഓണാക്കുന്നു. പിന്നെയും ഞാനിവിടെ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പുളി ഞാൻ പറഞ്ഞില്ലേ, ആ വെള്ളം ഞാൻ ചൂടുവെള്ളത്തിൽ ഇട്ടുന്നത്, അത് ഞാൻ പുളി പിഴിഞ്ഞ് കളഞ്ഞു വെള്ളമാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചേർത്ത് നോക്കുന്നു. ഞാനൊരു മുക്കാൽ ഭാഗത്തോളം ആ പുളിവെള്ളം ചേർത്ത് ഞാനൊന്ന് പുളിയും ഉപ്പുമൊക്കെ ചേർക്കുകയാണ്. ഞാനൊരു കുറച്ച് ഉപ്പ് ഞാൻ നമ്മുടെ എന്താ പറഞ്ഞത് ഉള്ളി വഴറ്റാൻ അന്നേരം ഇട്ട ഉപ്പേ ഉള്ളൂ, പിന്നെ ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടാൻ പോവാണ്. എന്നിട്ട് ഞാൻ നോക്കാൻ പോവാണ്. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട് ഉപ്പ്. കാരണം പുളിയൊക്കെ ഒഴിച്ചാണല്ലോ, അതുകൊണ്ട് തന്നെ. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണേ. എല്ലാം കറക്റ്റാണ്. ഒന്നും അങ്ങനെ ചേർക്കണം എന്ന് തോന്നുന്നില്ല സത്യമായിട്ടും. പിന്നെ എന്താ പറഞ്ഞേ, ഇവിടെ ഒരാളെ ഞാൻ ഉപ്പ് കുറവാന്ന് കറക്റ്റാന്ന് പറഞ്ഞ് ചിരിക്കുന്നത്. ശരിക്കും ഇത് കറക്റ്റാണ്. എനിക്കിപ്പോൾ ഇതിനകത്ത് ഇനിയും ഉപ്പിടാനൊന്നും തോന്നുന്നില്ല. ചെറിയൊരു മധുരമുണ്ട് നമ്മുടെ ഈ മത്തങ്ങയുടെ. അത് ശരിക്കും ഈ പുളിങ്കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ തിളക്കട്ടെ. ഈ ഒരു സമയത്ത് ഞാൻ നമ്മുടെ കടുകൊന്ന് താളിക്കുകയാണ്. ഞാനൊരു കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഇതിലേക്ക് ചേർക്കുകയാണ്. കാരണം ഇതിങ്ങനെ തിളയ്ക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകും. നമുക്കൊരല്പം ചാറ് വേണമല്ലോ, അതുകൊണ്ട് ഞാനൊരു അല്പം കൂടെ വെള്ളം ചേർക്കുന്നു. ഇതിവിടെ ഇരുന്നോട്ടെ. ഇവിടുത്തെ നമ്മുടെ കടുക് പൊട്ടിച്ചൊഴിക്കാനുള്ളത് അത് ഞാൻ എണ്ണ ഒഴിച്ചു. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിന്, കാരണം അതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ എനിക്കിവിടെ നല്ല കട്ടിയാണ് എൻ്റെ വെളിച്ചെണ്ണ. കണ്ടോ, കോക്കനട്ട് ഓയിലാണിത്, കണ്ടോ. പക്ഷേ സംഭവം നല്ല കട്ടിയില്ല. ഇനി ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാം കുറച്ചുകൂടെ പ്യുവർ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് നല്ലത് മാത്രമേ ഇങ്ങോട്ട് കയറ്റി വിടാറുള്ളല്ലോ. ഇത് കണ്ടോ, ഓർഗാനിക് വിർജിൻ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ പ്യുവറാണ്, മായങ്ങളൊന്നും ഇല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കുന്നതിനിപ്പം ഒരുപാട് മായങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ വീട്ടിൽ കഴിവതും എല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ വേണ്ട ഞാൻ എണ്ണ ഒഴിച്ചു. ഞാനിതിലേക്ക് കുറച്ച് കടുകും കുറച്ച് എന്താ പറയുക കറിവേപ്പിലയും കൂടെ ഇടുകയാണ്. ഒരു 1/4 സ്പൂൺ കടുക്, ഈ ഒരു സമയത്ത് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ കടുക് ശരിയാക്കി, കടുക് വറുത്തൊഴിക്കാനുള്ളത് ശരിയായി. അപ്പം നമുക്ക് ഇതിലേക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മറ്റേ നമ്മുടെ എന്താ പറയുക ചുവന്ന മുളക് ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുന്നതില്ലേ ഡ്രൈ ആയിട്ടുള്ള നമ്മുടെ വറ്റൽ മുളക്, അത് നമ്മൾ ഇതിലേക്കിട്ട് അതൊന്ന് മൂപ്പിച്ച് അതും കൂടി ഇടുവാണെങ്കിൽ നല്ല. അത് ഇടുവാണെന്നുണ്ടെങ്കിൽ ഈ കറിവേപ്പില ഇടുന്നതിന് മുമ്പ് ഇടണേ. എന്നിട്ട് അത് മൂത്ത് വന്ന സമയത്ത് കറിവേപ്പില ഇട്ട് നമ്മൾ കടുക് വറുത്തൊഴിച്ചു. നമ്മുടെ കറി റെഡിയായേ. കറി അങ്ങനെ റെഡിയായി. ഇതാണ് നമ്മുടെ അസൽ പുളിങ്കറി.
ഉണ്ടോ, ആരും കൊതിച്ചു പോയത്, അത്ര ടേസ്റ്റാണ്. ഇത് ശരിക്കും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇതിനൊരു കുട്ടി സാമ്പാർ എന്നൊക്കെ പറയാം, കാരണം ഏകദേശം നമ്മളൊരു സാമ്പാറിൻ്റെ രീതിയൊക്കെ ആണല്ലോ. കാരണം ഇതിൽ നമ്മൾ വെളുത്തുള്ളി ഒന്നും ചേരുന്നില്ല, പകരം നമ്മൾ കുരുമുളകാണ് ഇടുന്നത്. പിന്നെ നമുക്ക് ചുവന്നുള്ളി ഇല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ സവോള ചേർത്തു, ഇല്ലെങ്കിൽ ചുവന്നുള്ളി നല്ല രീതിയിൽ ചേരും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ബാക്കി ഓൾമോസ്റ്റ് എന്താ പറയുക, കൂട്ടിനുള്ള കഷ്ണങ്ങളും നമുക്കിവിടെ ഇപ്പോൾ മത്തങ്ങയാണ് മെയിനായിട്ട് നിൽക്കുന്നത്. സാമ്പാറിൽ ഒരുവിധം എല്ലാം ചേരും. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. നല്ലൊരു ടേസ്റ്റുള്ള, സാമ്പാറിനൊക്കെ പറയാൻ ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഒരു പഴയ കറി, പുളിങ്കറി. ശരിക്കും ചോറൊക്കെ ഉണ്ടതിന് ശേഷം, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ചോറൊക്കെ ഉണ്ടതിന് ശേഷം നമ്മൾ ഇരുന്ന് പോകുന്ന ഒരു തരം കറിയാണിത്. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് പരീക്ഷിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ എന്നല്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. MA വ്ളോഗ്സ് ആണ് ഇത്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്തേക്കണം, അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. പിന്നെ ഷെയർ ചെയ്യുക, കൂട്ടുകാരെയൊക്കെ അടുത്തെത്തിക്കുക. പഴമക്കറിയും പുതിയ കറികളും പരീക്ഷിച്ച് വിജയിച്ച ഒരുപാട് നല്ല കറികളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. കറികളും ഐറ്റംസും ഡെസേർട്ടും ഒക്കെ ഉണ്ട്, ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് യുവർ ചാനൽ.